യൂണിവേഴ്സിറ്റിയുടെ 2022 മേക്കിംഗ് ഓഫ് കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നവഖാലി റയോട്ടിനെ കുറിച്ചാണ്, നവഖാലിയിലെ കലാപത്തെക്കുറിച്ചാണ്. നവഖാലി റയോട്ട്, ദ നവഖാലി റയോട്ട് ഒക്കേർഡ് ഇൻ ഒക്ടോബർ നവംബർ 1946. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യ വിഭജനത്തിന്റെ ആ കാലയളവിലുണ്ടായ ഒരു കലാപമാണ്. പ്രൈമറിലി ടാർഗറ്റിംഗ് ബംഗാളി ഹിന്ദുസ് ഇൻ ദ നവഖാലി റീജിയൻ ഓഫ് ബംഗാൾ. ബംഗാളിലെ നവഖാലി എന്ന് പറയുന്ന പ്രദേശത്തെ ബംഗാളി ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് നടന്നത്. ദ വയലൻസ് വാസ് സ്പാർക്ക്ഡ് ബൈ റൂമേഴ്സ്. ഈ വയലൻസ് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം തന്നെ ചില അപവാദങ്ങൾ പറയുന്നവിടെയാണ്. ടെൻഷൻസ് ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലാണ് ഈ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നത്. റിസൾട്ടിങ് ഇൻ മാസക്കേഴ്സ്, അത് കൂട്ടക്കൊലയില്, റേപ്സ്, അതുപോലെ റേപ്പുകളിൽ, അബ്ഡക്ഷൻസ്, തട്ടിക്കൊണ്ടുപോകൽ, ലൂട്ടി, കൊള്ള ചെയ്യൽ ആൻഡ് ആർസൺ. ഇതൊക്കെ മഹാത്മാഗാന്ധി ക്യാമ്പയിൻഡ് ഇൻ ദ ഏരിയ ഫോർ 4 months. 4 മാസം മഹാത്മാഗാന്ധി പ്രദേശത്ത് ക്യാമ്പയിൻ ചെയ്തു. ടു റീസ്റ്റോർ പീസ് ആൻഡ് കമ്മ്യൂണൽ ഹാർമണി. സമാധാനവും, സ്വാതന്ത്ര്യത്തിന് ശേഷം മഹാത്മാഗാന്ധി അവിടെ ക്യാമ്പ് ചെയ്തു. അവിടെ സമാധാനവും മത സൗഹാർദ്ദവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി. ദ റൈഡ് ലെഡ് ടു എ സിഗ്നിഫിക്കൻറ്റ് മൈഗ്രേഷൻ ഓഫ് ഹിന്ദുസ് ടു വെസ്റ്റ് ബംഗാൾ. ഈ കലാപം ഒരു ഗണ്യമായ കുടിയൊഴിഞ്ഞു പോക്കാണ് ഹിന്ദുക്കളുടെ പശ്ചിമ ബംഗാളിലേക്ക്, ത്രിപുരയിലേക്ക്, ആസാമിലേക്കൊക്കെ ഉണ്ടാക്കിയത്. ദി വയലൻസ് വാസ് സെമി ഓർഗനൈസ്ഡ്. ഈ അക്രമം ഏതാണ്ട് കുറേയൊക്കെ അർദ്ധ ആസൂത്രിതമാണെന്ന് വേണമെങ്കിൽ പറയാം. വിത്ത് സം ആട്രിബ്യൂട്ടിംഗ് ടു ഇറ്റ് ദ മുസ്ലിം ലീഗ്സ് പ്രൊവോക്കേറ്റീവ് സ്പീച്ചസ് ആൻഡ് ആക്ഷൻസ്. ഇതിൽ കുറേയൊക്കെ മുസ്ലിം ലീഗിന്റെ പ്രകോപനപരമായ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ആയിരുന്നു കാരണം. അടുത്തത് മൈഗ്രേഷനെ കുറിച്ചാണ്. മൈഗ്രേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി റെഫേഴ്സ് ടു ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ വിത്തിൻ ഓർ അക്രോസ് നാഷണൽ ബോർഡേഴ്സ്. ഇത് രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലോ അല്ലെങ്കിൽ അതിന് പുറത്തേക്കോ ആളുകളുടെ സഞ്ചാരമാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. കുടിയേറ്റം എന്ന് പറയുന്നത് often driven by economic, social or environmental factors. ഇത് പലപ്പോഴും സാമ്പത്തികവും സാമൂഹികവും പരിസ്ഥിതിപരമായ ഘടകങ്ങളാണ് ഉണ്ടാകുന്നത്. ദിസ് ഫിനോമിനൻ ഹാസ് ഷേപ്ഡ് ഇന്ത്യസ് ഡെമോഗ്രാഫിക് ലാൻഡ്സ്കേപ്പ്. ഇത് ഇന്ത്യയുടെ ജനസംഖ്യാപരമായ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് ഇറ്റ്സ് എക്കണോമി. അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിച്ചിട്ടുണ്ട്, സംസ്കാരത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, സോഷ്യൽ ഡൈനാമിക്സിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. പലതരം മൈഗ്രേഷൻ ഉണ്ട്. ഇന്റേണൽ മൈഗ്രേഷനും ഉണ്ട്. മൂവ്മെന്റ് വിത്തിൻ ഇന്ത്യയാണ് ഇന്റേണൽ. അതുപോലെ തന്നെ ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഉണ്ട്. മൂവ്മെന്റ് ടു അതർ കൺട്രീസ് ആണ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ എന്ന ഒരു ചോദ്യമുണ്ട്. The instrument of accession was a legal document signed by Indian princely states to join the dominion of India. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് ഒപ്പുവെക്കേണ്ടുന്ന ഒരു ഡോക്യുമെന്റിന്റെ പേരാണ് ദി ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാം ആഫ്റ്റർ ബ്രിട്ടീഷ് റൂൾ എൻഡഡ്. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതിന് ശേഷം. ദിസ് ഇൻസ്ട്രുമെന്റ് അലൗഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ടു അക്സൈഡ് ടു എയ്തർ കൺട്രി. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുന്നതിന് നാട്ടുരാജ്യങ്ങളെ അനുവദിക്കുന്നതാണ് ഈ ഡോക്യുമെന്റ്. providing a framework for their integration into the newly independent nations. പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളുടെ ഒരു ഫ്രെയിംവർക്ക്, ഒരു സംയുക്ത രൂപം ഉണ്ടാക്കുന്നതിന് ഇത് പദ്ധതിയിടുന്നു. ഇനി ബി ആർ അംബേദ്കറിനെ കുറിച്ചാണ്. ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കറിനെ കുറിച്ചാണ് പറയുന്നത്. ബി ആർ അംബേദ്കർ വാസ് എ കീ ഫിഗർ ഇൻ ഡ്രാഫ്റ്റിംഗ് ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയുടെ ഭരണഘടന കരട് രൂപം തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ്. ആൻഡ് എ ചാമ്പ്യൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യനീതിയുടെ വക്താവാണ്. ആസ് ദ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയായിരുന്നു. ഹി പ്ലേഡ് എ പിവോട്ടൽ റോൾ ഇൻ ഷേപ്പിംഗ് ദ കൺട്രീസ് ലീഗൽ ഫ്രെയിംവർക്ക്. രാജ്യത്തിന്റെ നിയമ ചട്ടക്കൂട് രൂപപ്പെടുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ ദ റൈറ്റ്സ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം വാദിച്ചു. Morarji Desai was a prominent Indian politician who served as the 4th Prime Minister of India from 1977 to 1979. ഇന്ത്യയുടെ 4ാമത്തെ പ്രധാനമന്ത്രിയുടെ 1977 മുതൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന സമയത്ത് 1979 വരെ അദ്ദേഹം അധികാരത്തിലിരുന്നു. 2 വർഷത്തിൽ താഴെ. ബോൺ ഓൺ ഫെബ്രുവരി 29. അദ്ദേഹം 1996 ഫെബ്രുവരി 29 ജനിച്ചു. ഇൻ ബദേലി, ഗുജറാത്തിലെ ബദേലിയിലാണ് ജനിച്ചത്. ഹി വാസ് എ കീ ഫിഗർ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വ്യക്തിത്വം എന്ന് പറയാം. നോൺ ഫോർ ഹിസ് സ്ട്രോങ് സ്റ്റാൻഡ്സ് അഗെയിൻസ്റ്റ് കറപ്ഷൻ. അഴിമതിക്കെതിരെ ഉള്ള ശക്തമായ നിലപാടുകൾക്ക് അദ്ദേഹം പ്രശസ്തനാണ്. ആൻഡ് ഹിസ് കമ്മിറ്റ്മെന്റ് ടു സോഷ്യൽ ജസ്റ്റിസ്. സാമൂഹ്യനീതിയോടുള്ള പ്രതിബദ്ധതയ്ക്കും. ഇനി അദ്ദേഹത്തിന്റെ ഏർലി ലൈഫ് പറയുകയാണെങ്കിൽ he was marked by his involvement in the Indian independence movement. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനയെ പ്രവർത്തിച്ചിട്ടുണ്ട്. He was a close associate of Mahatma Gandhi and participated in various civil disobedience.
മഹാത്മാഗാന്ധിയുടെ ഒരു ക്ലോസ് അസോസിയേറ്റ് ആയിരുന്നു. ഒരുപാട് സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. വിച്ച് ലെഡ് ഹിസ് ഇംപ്രിസൺമെന്റ്, അദ്ദേഹത്തിന്റെ ജയിൽ വാസത്തിന് കാരണമായി പലതവണ. ആഫ്റ്റർ ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ്, ദേശായി ജോയിൻഡ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഹെൽഡ് വേരിയസ് പൊസിഷൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പല പദവികളിലിരുന്നു, ഇൻക്ലൂഡിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് ബോംബെ, ബോംബെയുടെ ചീഫ് മിനിസ്റ്റർ, സ്റ്റേറ്റ് ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ അണ്ടർ ജവഹർലാൽ നെഹ്റു, നെഹ്റുവിന്റെ കീഴിലെ സ്റ്റേറ്റ് മിനിസ്റ്ററായിട്ട് ഫിനാൻസ് മിനിസ്റ്ററായിട്ടൊക്കെ ഇരുന്നത്, പ്രൈം മിനിസ്റ്റർ ആൻഡ് ലേറ്റർ ലൈഫ്, പ്രധാനമന്ത്രിയായിട്ടാണ് പിന്നീടുള്ള ജീവിതം. ദേശായിസ് അപ്പോയിന്റ്മെന്റ് ആസ് പ്രൈം മിനിസ്റ്റർ ഇൻ 1977 വാസ് സിഗ്നിഫിക്കന്റ്. 1977 മൊറാർജി ദേശായിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് വളരെ പ്രാസക്തിയുള്ള ഒന്നാണ്. ഹി ബിക്കെയിം ദ ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം മാറി. ഹിസ് ഗവൺമെന്റ് ഫോക്കസ്ഡ് ഓൺ റീസ്റ്റോറിംഗ് റിലേഷൻസ് വിത്ത് ദ നെയ്ബറിംഗ് കൺട്രീസ്. അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലായിരുന്നു പ്രധാന ശ്രദ്ധ നൽകിയത്, ഇൻക്ലൂഡിംഗ് ചൈന ആൻഡ് പാകിസ്ഥാൻ, ചൈനയും പാകിസ്ഥാനും അടക്കം. ആൻഡ് ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഇന്ത്യസ് ന്യൂക്ലിയർ പ്രോഗ്രാം. ഇന്ത്യയുടെ ആണവ പദ്ധതിക്ക് നിർണായകമായ പങ്ക് അദ്ദേഹം നൽകുകയും ചെയ്തു. ഡെസ്പൈറ്റ് ഹിസ് എഫേർട്സ്, ഹിസ് ഗവൺമെന്റ് ഫേസ്ഡ് ഇന്റേണൽ കോൺഫ്ലിക്ട്സ്. ഇതൊക്കെ ഉണ്ടായിരുന്നിലൂടെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന് ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായി ബാധിച്ചു. ലീഡിംഗ് ടു ഹിസ് റെസിഗ്നേഷൻ ഇൻ 1979. 1979 രണ്ടാം വർഷത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ നോട്ടബിൾ അച്ചീവ്മെന്റ്സ്, ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കീഴിലുണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ സമാധാന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, കീ റോള് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നിവയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിലും അദ്ദേഹത്തിന് മുഖ്യ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു ചോദ്യം, മിക്സഡ് എക്കണോമി എന്താണെന്നുള്ളതാണ്. A mixed economy combines the elements of both capitalist economy and socialist economy. ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെയും സോഷ്യലിസ്റ്റ് എക്കണോമിയുടെയും എലമെന്റ്സ് ഉള്ളതാണ്. ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സ്ഥിതിസമത്വ സമ്പദ് വ്യവസ്ഥയുടെയും ഘടകങ്ങൾ ഉൾച്ചേർന്ന സമ്മിശ്ര രൂപമാണ്. ഇന്ത്യയുടേത് ഒരു മിക്സഡ് എക്കണോമിയാണ്. In a mixed economy, private sector enterprises and government institutions co-exist. സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒത്തൊരുമിച്ച് നിലകൊള്ളുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. വിത്ത് ദ സ്റ്റേറ്റ് ഇന്റർവെനിങ് ഇൻ കീ സെക്ടേഴ്സ്, പ്രമുഖ മേഖലകളിൽ ഗവൺമെന്റ് അഥവാ രാഷ്ട്രം ഇടപെടുന്നു എന്നുള്ളത്. ടു റെഗുലേറ്റ് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ. ആൻഡ് പ്രൊമോട്ട് സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യക്ഷേമം മെച്ചപ്പെടുത്തുന്നതിന്. ഇന്ത്യസ് എക്കണോമി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ മിക്സഡ് എക്കണോമി. ഇന്ത്യയുടേത് മിക്സഡ് എക്കണോമിയാണ്. ഏഴാമത്തെ ചോദ്യം, ന്യൂ എക്കണോമിക് പോളിസി NEP. നേരത്തെ പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിപ്പോൾ നമ്മൾ പറയുന്നില്ല. എട്ടാമത്തെ ചോദ്യം, നോർമാൻ ബോർലോഗ്. നോർമൻ ബോർലോഗ് വാസ് ആൻ അമേരിക്കൻ അഗ്രോണമിസ്റ്റ് ആൻഡ് നൊബേൽ ലൊറേറ്റ് known for his contributions to the Green Revolution. അതിന്റെ സംഭാവന അറിയപ്പെടുന്നു. His work on high yielding crop വെറൈറ്റികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഹെൽപ്ഡ് ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് തന്നെ, പർട്ടിക്കുലർലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള വികസിത രാജ്യങ്ങളിൽ. അടുത്ത ചോദ്യം ഡിമോണിറ്റൈസേഷൻ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിനുശേഷമുള്ള ചോദ്യം, വാട്ട് ഈസ് IAC? ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ. അണ്ണാ ഹസാരെയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും നേതൃത്വത്തിൽ 2011 നടന്ന അഴിമതി വിരുദ്ധ സമരങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വുമൻസ് റിസർവേഷൻ ബിൽ 2008 പാർലമെന്റിലും സംസ്ഥാന നിയമസഭയിലൊക്കെ സ്ത്രീകൾക്ക് 33% സീറ്റ് സംവരണം വേണമെന്ന് വാദിക്കുന്ന ഒരു ബില്ലാണ് ഇത്. ലോക്സഭയിൽ ഇതുവരെയും പാസ്സായിട്ടില്ല, പെൻഡിങ്ങിലാണ്. ഇനി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി 1991. അടുത്ത ചോദ്യം,